റംല ടീച്ചർ ദാറുൽ ഹിദായയുടെ ശൈശവവും ബാല്യവും 40കളിലേക്കുള്ള വളർച്ചയും മാതൃവാത്സല്യത്തോടെ ചേർന്നു നിന്നു കാണാൻ ഭാഗ്യം സിദ്ധിച്ച അപൂർവ വ്യക്തിത്വം. സ്നേഹസമർണമായ സഹവർത്തിത്വത്തിലൂടെ സഹപ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും ഉള്ളം കവർന്ന റോൾ മോഡൽ. 3.5 പതിറ്റാണ്ടുകാലം ഹൃദയം നൽകി ദാറുൽ ഹിദായയെ പുണർന്ന ശ്രീമതി റംല ടീച്ചറെക്കുറിച്ച് നമുക്ക് കാതോർക്കാം. ഏറ്റവും സന്തോഷവും എന്നാൽ പ്രയാസവുമുള്ള ഒരു സംഗമത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ദാറുൽ ഹിദായ എന്നുള്ള മഹൽ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽക്ക് അതിൻ്റെ അടുത്ത സംരംഭം KG എന്നുള്ള ഒരു ആശയം ഉരുത്തിരിഞ്ഞു വരികയും അവിടെ ടീച്ചേഴ്സിനെ അപ്പോയിൻമെൻ്റ് ചെയ്യുകയും ചെയ്തിരുന്ന കാലഘട്ടം മുതൽക്ക് നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായി വർക്ക് ചെയ്ത് വർഷങ്ങൾ നമ്മുടെ സ്ഥാപനവുമായി ഇണങ്ങിച്ചേർന്ന് പോയിട്ടുള്ള നമ്മുടെ ഒരു ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് പ്രിയപ്പെട്ട റംല ടീച്ചർ. KGയിൽ നിന്ന് തുടങ്ങി അറബി കോളേജിലേക്ക് മാറിയപ്പോൾ അതിലേക്ക് മാറി അതിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് വന്നു. അങ്ങനെ മറ്റ് മേഖലയിലൊക്കെ തന്നെ എല്ലാ ഭാഗവും വളരെ മനോഹരമായി നാം എടുക്കുന്ന തീരുമാനങ്ങളും നാം ചെയ്യുന്ന നമ്മുടെ പ്രോജക്റ്റുകളുമൊക്കെ തന്നെ കഴിവിൻ്റെ പരമാവധി മനസ്സിലാക്കി സംശയ നിവാരണം വരുത്തി എല്ലാ സമയത്തും 100% അതിൻ്റെ ഒപ്പം നിന്ന് വർഷങ്ങൾ ചെലവിട്ടു എന്ന് മാത്രമല്ല അവരുടെ കുടുംബജീവിതം വരെ ആരംഭിക്കുന്നത് ഹിദായയുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ്. വളരെ സ്നേഹത്തോടും അതേ അവസരം വളരെയധികം ചാരിതാർത്ഥ്യത്തോടും കൂടെ ആ കഥകളെല്ലാം നാം ഓർക്കുകയാണ്. തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി കിട്ടുന്ന നിർദ്ദേശങ്ങൾ പരിപൂർണമായും ഗൗരവത്തിലെടുത്ത് നമ്മോടൊപ്പം നിന്ന് ഇപ്പോൾ ശാരീരിക പ്രയാസങ്ങളും മറ്റുമൊക്കെ തന്നെ അനുഭവപ്പെടുന്നതുകൊണ്ട് തൽക്കാലം മാറി നിൽക്കാമെന്നുള്ള ഒരു താല്പര്യത്തിൽ മാറി നിന്ന റംല ടീച്ചർ ഭാവിയിലും ഹിദായ എന്നുള്ള മഹൽ ഈ സ്ഥാപനത്തെ ഓർക്കുവാനും അതിൻ്റെ കൂടെ സഞ്ചരിക്കുവാനും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ അവർക്ക് എല്ലാവിധ ജീവിത ഐശ്വര്യങ്ങളും നന്മകളും ഈ സമയത്ത് ഞാൻ ഇവിടെ അർപ്പിക്കുകയാണ്. നാഥൻ കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ വിദ്യാർത്ഥികളുടെ ജീവിതത്തിലും കാണും അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു അധ്യാപിക. എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരാളുണ്ട്. അത് വേറെ ആരല്ല, എൻ്റെ റംല മിസ് തന്നെയാണ്. ഏതൊരു പ്രയാസം നിറഞ്ഞിട്ട് എന്തൊരു വിഷമത്തോടു കൂടി നമ്മൾ കോളേജിലേക്ക് കടന്നു വരികയാണെങ്കിലും മിസ്സിൻ്റെ ആ മനസ്സറിഞ്ഞ ഒരു പുഞ്ചിരി കണ്ടാൽ തന്നെ അന്ന് ഫുള്ളൊരു പോസിറ്റീവ് വൈബായിരിക്കും. മിസ് പാഠങ്ങളൊക്കെ എടുക്കുമ്പോൾ വെറും നമുക്ക് ബുക്സിലുള്ള ഓരോ കാര്യങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ ഉപരി നമുക്ക് ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ട് നല്ല നല്ല മൂല്യങ്ങളും നല്ല ഉപദേശങ്ങളും നല്ല മഹത്തരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. പിന്നെ പഠനത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ റംല മിസ് തന്നെയാണ്. മിസ് എപ്പോഴും ക്ലാസ്സിൽ ഉണ്ടാകുമ്പോൾ എല്ലാവരോടും കൂടി പറയാറുണ്ട്, ആരെങ്കിലും ഇവിടുന്ന് പോണതിന്റെ മുന്നേ ഒരു റാങ്ക് വാങ്ങിയിട്ട് എനിക്ക് കാണിച്ചു തരണം, എനിക്ക് അത് ഏറ്റവും വലിയൊരു ആഗ്രഹമാണെന്ന് മിസ് പലപ്പോഴും പറയാറുണ്ട്. അൽഹംദുലില്ലാ അത് നേടാനും കഴിഞ്ഞു. അത് കിട്ടിയപ്പോൾ എന്നിട്ട് ആദ്യം ഞാൻ വന്നത് കോളേജിലേക്ക് വന്നപ്പോൾ റംല മിസ്സിനെ കാണാനാണ്. അന്ന് സത്യം പറഞ്ഞാൽ അന്ന് മിസ് എന്നെ ചേർത്ത് പിടിച്ചിട്ട് മിസ്സിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നും ഓർക്കുമ്പോൾ എനിക്കൊരു സങ്കടമാണ്. ഇനിയുള്ള മിസ്സിന്റെ വിശ്രമ ജീവിതം ഏറ്റവും നല്ല അനുഗ്രഹങ്ങളും ഏറ്റവും ബർക്കത്തൊക്കെ ഉള്ള ഏറ്റവും റാഹത്തായ ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല മിസ്സിന് നൽകട്ടെ എന്നുള്ള ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ റംല ടീച്ചറെ പരിചയപ്പെടുന്നത് 2004 ഞാൻ ഹിദായയിലേക്ക് വരുമ്പോൾ ടീച്ചർ ഒരു ഖുർആനും ഹദീസും എടുക്കുന്ന ടീച്ചറായിരുന്നു. വളരെ സൗമ്യമായും സ്നേഹത്തോടുമാണ് സഹപ്രവർത്തകരോടും കുട്ടികളോടും ടീച്ചർ പെരുമാറിയിരുന്നത്. ടീച്ചറുടെ ഈ സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ ഹിദായക്ക് വേണ്ടി നന്നായി ഹാർഡ് വർക്ക് ചെയ്തൊരു വ്യക്തി കൂടിയാണ്. റംല മിസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാതൃതുല്യയായ ഒരു അധ്യാപികയായിരുന്നു എനിക്കും. ഞാനിവിടെ ഹിദായ വിമൻസ് അറബിക് കോളേജിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റാണ്. എൻ്റെ മോളെയും റംല മിസ് പഠിപ്പിച്ചിട്ടുണ്ട്. അവൾക്കും പ്രിയങ്കരിയായ അധ്യാപിക മിസ്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മിസ് എപ്പോഴും പറയുമായിരുന്നു, എന്നെപ്പോലെ മോളെയും അതുപോലെ ആക്കരുത്, ഡിഗ്രി കംപ്ലീറ്റ് ആക്കി പഠിപ്പിക്കണം, എപ്പോഴും കണ്ടാൽ പറയുമായിരുന്നു.
രണ്ടാമത്തെ മോളും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാ പേരൻസ് മീറ്റിങ്ങിനും എല്ലാ പ്രോഗ്രാമിനും ഞാൻ ഇവിടെ വരാറുണ്ട്. അപ്പോഴൊക്കെ മിസ്സിനെ കാണാറുണ്ട്. ഈ സുദീർഘമായ സേവനം കാഴ്ചവെച്ച് ഹിദായിൽ നിന്നും വിരമിക്കുന്ന റംല മിസ്സിനെ എൻ്റെ എല്ലാവിധ ആശംസകളും ഇവിടെ പ്രാർത്ഥനയും. എൻ്റെ കോളേജ് ലൈഫിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് പ്രിയപ്പെട്ടവർ എനിക്കുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ റംല മിസ് തന്നെയാണ്. ഒരു നിഷ്കളങ്കമായ പുഞ്ചിരിയോട് കൂടി ക്ലാസ്സിലേക്ക് കടന്നു വരികയും ഞങ്ങളുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമായിരുന്നു മിസ് ക്ലാസ് എടുത്തിരുന്നത്. ഞങ്ങൾ ഫ്രണ്ട്സിനിടയിൽ ഞങ്ങൾ മിസ്സിനെ ഒരു ഉമ്മയായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മിസ്സിനോട് ഡയറക്റ്റായി ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നൊരു മിസ്സായിരുന്നു ഞങ്ങളുടെ റംല മിസ്. മിസ്സിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ഞാൻ റംല ടീച്ചറുമായിട്ട് 2000 ജൂണിലാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. ആ വർഷം മുതലുള്ള ബന്ധമാണ്. ടീച്ചർ സ്റ്റാഫായിട്ടും HOD ആയിട്ടും വർക്ക് ചെയ്യുന്ന സമയത്ത് ടീച്ചറുടെ കൂടെ ഉണ്ടായിരുന്നു. ടീച്ചർ എനിക്കൊരു ജ്യേഷ്ഠ സഹോദരിയെ പോലെയായിരുന്നു. ഇനിയിപ്പോൾ ഒരു HODയുടെ സ്ഥാനത്താണെങ്കിലും വളരെ വിനയത്തിൻ്റെ രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇനി കുട്ടികളോടാണെങ്കിലും അതേ ടീച്ചർ അതേ രൂപത്തിലായിരുന്നു പെരുമാറിയിരുന്നത്. ഇത്രയും നീണ്ട കാലം 88 വന്നതാണ് ടീച്ചർ ദാറുൽ ഹിദായയിൽ. ഇത്രയും നീണ്ട കാലം ഹിദായയിൽ സേവനമനുഷ്ഠിച്ച ടീച്ചർ ഇനി ഈ ഒരു ഹിദായ ഇല്ലാത്തൊരു കാലഘട്ടം, ആ ഒരു ജീവിതം എങ്ങനെയാണ് ടീച്ചർ ഉപയോഗപ്പെടുത്തുക എന്ന് അറിയാൻ താല്പര്യപ്പെടുന്നു. ചെറുപ്പം തൊട്ടേ കേൾക്കുന്നൊരു കാര്യമാണ് എൻ്റെ അമ്മ ഒരു ടീച്ചറാണെന്നുള്ളത്. അന്ന് ഭയങ്കരമൊക്കെ ഒരു ഗെറ്റപ്പ് ആയിരുന്നു. സ്കൂളിലൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ പറയും, ഉമ്മ പോകുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മക്ക് തരാറുണ്ട് എന്നൊക്കെ പറയും. എനിക്കങ്ങനെ ഇതുവരെ എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടില്ല. കാരണം ഉമ്മ ഇന്നെക്കാട്ടിലും മുന്നേ നേരത്തെ പോകും. അപ്പോൾ ടാറ്റ പറയാൻ ഒരാളോ വീട്ടിലങ്ങനെ ആരൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അത് വളരെയധികം എനിക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടുമുണ്ട്, എനിക്കിങ്ങനെ കിട്ടാറൊന്നുമില്ല, ഫ്രണ്ട്സ് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഉമ്മ എന്ത് ചെയ്യും, അങ്ങനെ മൈൻഡാക്കാറില്ല. കാരണം ഉമ്മക്ക് ഞങ്ങളെ ഫ്യൂച്ചറായിരുന്നു ഏറ്റവും വലുതുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ രാവിലെ 8 മണിക്ക് പോവും, വൈകുന്നേരം ഒരു 5:30-5:45 വരും. പിന്നെ ആകെ കാണുന്ന സമയം രാത്രിയാണ്. ഫുൾ ടൈം എന്തായിരുന്നു ദാറുൽ ഹിദായ എന്നതിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വരുന്നത് SLC കഴിഞ്ഞു ഇവിടെ ദാറുൽ ഹിദായയിൽ ഞാൻ വീണ്ടും ചേരാന്ന് 5 വർഷം എൻ്റെ ടീച്ചറായിട്ടായിരുന്നു ഞാൻ എൻ്റെ ഉമ്മാനെ കണ്ടിരുന്നത്. ഫസ്റ്റ് ടൈമിലേക്ക് വളരെയധികം ഇടങ്ങാറുണ്ടായിരുന്നു. ഉമ്മ ക്ലാസ് വരുമ്പോൾ ഞാൻ എന്താക്കും, തല താഴ്ത്തിയിരിക്കും. പിന്നെന്ത് ചെയ്യും, പോയതിൻ്റെ ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുക, തല പൊക്കുക. അപ്പോൾ വീട്ടിലാണെങ്കിലും കോളേജിലാണെങ്കിലും എനിക്ക് ഒരേ ഒരു പൊസിഷൻ ഫ്രണ്ട് നിലക്കായിരുന്നു എനിക്കൊരു ഉമ്മ ഉണ്ടായിരുന്നത്. ഉമ്മ വളരെയധികം ദാറുൽ ഹിദായക്ക് നല്ലധികം എന്ത് ചെയ്തിട്ടുണ്ട്, എഫേർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അപ്പോൾ വീട്ടിൽ വന്നാലും ദാറുൽ ഹിദായ, കോളേജിൽ വന്നാലും ദാറുൽ ഹിദായ, ഫുൾ ഹിദായക്ക് വേണ്ടിയിട്ടായിരുന്നു ഉമ്മ ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ കിട്ടാത്ത കുറേ അനുഭവങ്ങളുണ്ടായിരുന്നു. അതായത് കുറേ കിട്ടാത്ത കാര്യങ്ങളുണ്ടായിരുന്നു. അതിന് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്ത് കൂടെ വീട്ടിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു.